Welcome to quantum mechanics class for MSc students. And this is a topic known as Hamiltonian form of Dirac equation. Hamiltonian form of Dirac equation from quantum mechanics, not a mathematical method. Quantum mechanics. It is also a mathematical method. Hamiltonian form of Dirac equation. What is Hamiltonian form of Dirac equation that we are seeing today? മോട്ടിവേഷൻ ബിയോണ്ട് ഇത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. നിങ്ങൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ, വേവ് മെക്കാനിക്സിൽ. അതും കടന്ന് ഉള്ള അതിനപ്പുറമുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് ഹാമിൽട്ടോണിയൻ ഫോം ഓഫ് ഡിറാക് ഇക്വേഷൻ. സോ യു സി ദി നോൺ relativistic quantum mechanics. You know some idea about non-relativistic quantum mechanics, and there we have studied the Schrodinger equation, that is H psi is E psi or E psi is H psi, and E is the E operator that is in one dimension is I H cut dou by dou T. The operator for E energy, total energy, E op, that is I H cut dou by dou T. So E psi is I H cut dou psi by dou T is H psi. That is the one dimensional Schrodinger wave equation that you have studied, and this will be modified. It is highly useful, highly successful, this equation for one-dimensional waves, and for three-dimensional we write I H cut del psi is H psi. It is a highly successful equation for non-relativistic motion. ഇപ്പോൾ റിലേറ്റിവിസ്റ്റിക് ഐഡിയ ഇല്ലെങ്കിൽ ഇത് ഏറ്റവും വിജയകരമായ ഒരു ഇക്വേഷനാണ് ഈ വേവ് മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ, ന്യൂ ക്വാണ്ടം മെക്കാനിക്സ്. Now what is happening when relativistic ideas are brought in? You hear relativistic generalization. To describe particles moving in speeds comparable to the speed of light, we need a relativistic quantum mechanical equation. അതായത് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ പോലെയുള്ള ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് 10⁷ മീറ്റർ പെർ സെക്കൻഡ് ഓർഡറിൽ വരും. അത്തരം കേസിൽ നമ്മൾ റിലേറ്റിവിസ്റ്റിക് ഐഡിയ കൊടുക്കേണ്ടി വരും. വെൻ വി ആഡ് റിലേറ്റിവിസ്റ്റിക് ഐഡിയാസ് വി ഗെറ്റ് എ വേവ് ഫോം, എ നെയ്വ് അറ്റംപ്റ്റ്, ദാറ്റ് ഈസ് ദി ക്ലൈൻ-ഗോർഡൻ ഇക്വേഷൻ, KG ഇക്വേഷൻ. അപ്പോൾ റിലേറ്റിവിസ്റ്റിക് ഐഡിയ നമ്മൾ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ ആ ഇക്വേഷനെ നമ്മൾ ക്ലൈൻ-ഗോർഡൻ KG ഇക്വേഷൻ എന്ന് പറയും. അതിൻ്റെ ഫോം ഇതാണ്: 1/c² dou square psi by dou t² minus del square psi plus m² c² by h cut square psi is equal to 0. Psi is the wave function, h cut is h by 2 pi, m is the mass of particle, del square is the Laplacian operator, c is the velocity of light, psi is the wave function. That all you know. But it is a relativistic equation, and this relativistic equation has some issues like a negative probability, probability densities, and second order time derivatives, making a simple Hamiltonian interpretation problematic. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതിനകത്ത് പല ഇഷ്യൂസ് വരും. അതത്ര സിമ്പിളായിട്ട് മാറില്ല ഈ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിലേക്ക് വരുമ്പോൾ. അവിടെ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി നെഗറ്റീവ് ആകും, അതുപോലെ സെക്കൻഡ് ഒരു ടൈം ഡെറിവേറ്റീവ് വരും. അങ്ങനെ ആ സൊല്യൂഷൻ അല്പം പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറും, പ്രശ്നങ്ങളുള്ളതായിട്ട് മാറും. അതിനെന്ത് ചെയ്യും? ഡിറാക്കാണ് അന്നേരം ഈ ആശയം കൊടുത്തത്. ഡിറാക്സ് ഇൻസൈറ്റ്. ഡിറാക്ക് അതെന്താണ് കണ്ടത്? അദ്ദേഹത്തിൻ്റെ ആ ഉൾക്കാഴ്ച, അദ്ദേഹത്തിൻ്റെ ആ നേട്ടം, ഇതിനകത്ത് അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത് എന്നാണ് പറയുന്നത്, എന്താണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. Dirac's insight. Paul Dirac sought an equation that was both relativistic and first order. ഒരു ഫസ്റ്റ് ഓർഡർ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ അദ്ദേഹം ഇവിടെ പറയും ഇൻ ബോത്ത് സ്പേസ് ആൻഡ് ടൈം ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ സ്പേസ് ആൻഡ് ടൈം ഡെറിവേറ്റീവ് ഉള്ള ഒരു ഇക്വേഷൻ അദ്ദേഹം പറയും. ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് ഫസ്റ്റ് ഓർഡർ ടൈം ഡെറിവേറ്റീവ്. ദിസ് ലെഡ് ഹിം ടു ഫാക്ടറൈസ് ദ റിലേറ്റിവിസ്റ്റിക് എനർജി മൊമെൻ്റ് റിലേഷൻ. അപ്പോൾ ഈ ഐഡിയ ഈ റിലേറ്റിവിസ്റ്റിക് എനർജി മൊമെൻ്റ് റിലേഷനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ അത് ചെയ്യും. ഫാക്ടറൈസിങ്
the relativistic expression for energy and momentum. And you know, the relativistic expression for energy and momentum is the relativistic expression connecting energy and momentum is E square is P square C square plus M square C square, where E is the total energy, P is the momentum, C is the velocity of light, and M is the mass of the system, mass of the particle in motion. Now we see what is the Dirac-Hamiltonian. The relativistic energy momentum relation can be written as, ഇപ്പോൾ ആ മുകളിൽ കാണുന്ന ഇക്വേഷൻ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലുള്ള സംഖ്യ ലെഫ്റ്റ് കൊണ്ടുവരുമ്പോൾ ഇ സ്ക്വയർ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ മൈനസ് എം സ്ക്വയർ സി സ്ക്വയർ 0. യു റിമെമ്പർ എം ഇസ് ദ മാസ് ഓഫ് പാർട്ടിക്കിൾ വൈൽ ഇൻ മോഷൻ. ചലിക്കുമ്പോഴുള്ള പാർട്ടിക്കിളിൻ്റെ മാസാണ് എം എന്ന് ഓർക്കുക. ഇറ്റ് ഈസ് നോട്ട് റെസ്റ്റ് മാസ്. സോ ഇ സ്ക്വയർ ഈസ് ഇ സ്ക്വയർ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ മൈനസ് എം സ്ക്വയർ 0/4 ആയിട്ട് m square 0/4 is equal to 0. And that is the relativistic energy momentum relation according to Dirac. That is not according to Dirac. Dirac proposed the new idea. Dirac proposed a linear operator equation for energy. അപ്പോൾ ഇതിൽ നിന്ന് ഡിറാക്ക് എനർജിയുടെ ഒരു ലീനിയർ ഓപ്പറേറ്റർ ഇക്വേഷൻ കൊടുക്കും. And that equation is E is equal to C into alpha x px plus alpha y py plus alpha z pz plus beta mc square. Here alpha x, alpha y, alpha z are alpha terms. They are coefficients along with momentum components px, py, pz. Beta is another constant and C is the velocity of light. And this is the Dirac's relativistic expression for energy and momentum. Where? So the terms are explained here. Our terms എല്ലാം ഇവിടെ explain ചെയ്യാണ്. Where Px, Py, Pz are the momentum operators. ഓപ്പറേറ്റർ ഫോമിലാകട്ടെ. അപ്പോൾ ഇത് നമുക്ക് ഓപ്പറേറ്റർ ഫോമിൽ എഴുതാം. ഓപ്പറേറ്റർ ഫോമിൽ എഴുതുമ്പോൾ ഇപ്പോൾ ബൾക്കായിട്ട് തോന്നും. അതുകൊണ്ട് ഞാനിവിടെ ആ ഓപ്പറേറ്റർ എന്ന് വിചാരിച്ചുകൊണ്ട് ആക്ച്വൽ സിമ്പിൾ കൊടുക്കുകയാണ്. പി എക്സ് അത് ശരിക്കും പറഞ്ഞാൽ എക്സ് കമ്പോണൻറ്റ് മൊമെൻ്റ് എക്സ് കമ്പോണൻറ്റ് ഓപ്പറേറ്റർ ആയിട്ട് അത് ശരിക്കും എഴുതേണ്ടത് -IH_ഡോ/ഡോ എക്സ് എന്ന് പറയണം. മൊമെൻ്റ് ഓപ്പറേറ്റർ എനിക്കറിയാം 3 ഡയമെൻഷനിൽ അത് IH_del 1 ഡയമെൻഷനിൽ പി എക്സ് ഓപ്പറേറ്റർ ഈസ് -IH_ഡോ/ഡോ എക്സ് ആണ്. Similarly, Py, Pz are the momentum component operators, and alpha x plus alpha y plus alpha z, alpha x comma alpha y plus alpha z and beta are matrices that need to satisfy certain conditions to ensure the consistency with the relativistic and the momentum relation. അപ്പോൾ ബാക്കി ആൽഫയുടെ കമ്പോണൻസും ബീറ്റയും അവ മെട്രിസസ് ആണ്. ഇവിടെ വരേണ്ട മെട്രിസസ് ആണ്. നൗ യു സീ സ്ക്വയറിങ്. നമ്മൾ എനർജി ഓപ്പറേറ്റർ സ്ക്വയർ ചെയ്യാണ്. അത് കമ്പയറിങ് ഇറ്റ് ആ എനർജി ഓപ്പറേറ്റർ നമ്മൾ ആക്ച്വൽ എനർജി മൊമെൻ്റ് റിലേഷനുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യണം. Squaring the energy operator and comparing it to E square is equal to P square C square plus M square 0/4. നമ്മൾ നേരത്തെ റിലേഷൻ Dirac found that a matrix must satisfy the following anti-commutation and squaring relations. അപ്പോൾ അങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഡിറാക്ക് 1-2 ആൻറ്റി കമ്മ്യൂട്ടേഷൻ ഇക്വേഷനും അതുപോലെ സ്ക്വയറിംഗ് റിലേഷനും കാണാം. അതെന്തൊക്കെയാണെന്ന് നോക്കൂ. alpha x comma alpha y, that is a bracket notation, is equal to, that is the inner product, alpha x alpha y plus alpha, what is alpha j plus alpha j alpha I, that is 2 alpha ij I എന്ന് പറഞ്ഞാൽ അതൊരു 4x4 മെട്രിക്സ് ആണ്. Delta is chronochrono delta. The chronochrono delta can take +1
or minus 1 values. Here I and j can take suffix, can take symbols x, y, z. I, j, they are elements containing x, y, z. I and j stands for x, y, z in the order. And here alpha I dot beta, that is inner product, the vector product, is equal to alpha 1 beta plus beta alpha I beta plus beta alpha I, that is 0 if for j for I is equal to x, y, z. And from that we get, also we can write alpha I square is identity matrix I, beta square is I, where I is the identity matrix. I വിളിക്കുന്ന പേര് ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മറ്റു കോണ്ടെക്സ്റ്റുകളിൽ പഠിച്ചിട്ട് ഇവിടെ ഓർക്കുന്നതാണ്. The smallest matrices that satisfy these conditions are 4 into 4 matrices. ഇവിടെ I എന്ന് പറയുന്നത് ഒരു 4 into 4 മെട്രിക്സാണ്. A common representation is, ഈ 4 into 4 മെട്രിക്സിൻ്റെ ഒരു കോമൺ representation ഇതാണ്. Alpha I 0 sigma is 0 and beta capital I, then identity matrix I 0 0 minus I, where sigma 1 are the 2 into 2 polyspin matrices. ഈ പോളിസ്പിൻ മെട്രിക്സ് നിങ്ങൾ പിന്നെ ബി എസ് സി ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതവിടെ ഇടുമ്പോൾ ആ മുകളിൽ സ്റ്റെപ്പിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു 4 into 4 മെട്രിക്സ് കിട്ടും. വേറെ sigma I are 2 into 2 matrix, and you know I can take x, y, z values. Therefore, sigma x is 0 1 1 0, sigma y is 0 minus I 0, and sigma z is 1 0 0 minus I. I is root of minus 1, root of imaginary number. Here sigma x, sigma y, sigma z. In the upper relation there is sigma I can take x, y, z. When we put x, y, z, we get polyspin matrices, and 3 polyspin matrices are written here. And then you have to be here. It is a short answer question. What are the polyspin matrices? With these definitions, the Dirac equation takes the form of a Schrodinger-like equation. അപ്പോൾ ഈ വാല്യൂ കൊടുക്കുമ്പോൾ Dirac equation ഒരു Schrodinger ഫോമിലേക്ക് മാറും. I h equal to dou psi by dou t is equal to h d psi. h psiക്ക് പകരം h d psi. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. d നമ്മൾ ചേർക്കുന്നത് മാത്രം. Where h d is the Dirac Hamiltonian. h d യെ വിളിക്കുന്ന പേരാണ് Dirac Hamiltonian. That you carefully note. It is very important. When we write the Schrodinger equation in Dirac notation, we get I h equal to dou psi by dou t is h d psi, where h d is the Dirac Hamiltonian. Here h d is equal to c into velocity of light, c into alpha x px plus alpha y py plus alpha z pz. And you remember, px, py and pz are momentum operators plus beta mc square. Or more exactly, അത് കുറച്ചുകൂടി കൃത്യമായിട്ട് ഇങ്ങനെ എഴുതും. നമ്മളൊരു പ്രോഡക്റ്റായിട്ട്, ഒരു ഡോട്ട് പ്രോഡക്റ്റായിട്ട് ആ ബ്രാക്കറ്റിലുള്ള ടേം കൊടുക്കും. So when we convert the bracketed term into a dot product, we get hd is equal to c alpha dot beta plus beta mc square. Here psi is a 4-component spinor or bispinor എന്നാണ് അതിനെ വിളിക്കുന്നത്. Reflecting the intersect spin half nature or minus half nature of the particles and the existence of positive and negative solutions. അപ്പോൾ അതിന് ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൊല്യൂഷൻ ഉണ്ട്. പോസിറ്റീവ് സൊല്യൂഷൻ പാർട്ടിക്കിളിനാണെങ്കിൽ നെഗറ്റീവ് സൊല്യൂഷൻ ആൻറ്റി പാർട്ടിക്കിളിന് കൊടുക്കും.
സ്പിൻ മൈനസ് ഹാഫ് നേച്ചർ ഓർ സ്പിൻ ഹാഫ് നേച്ചർ. സ്പിൻ ഹാഫ് നേച്ചർ എന്ന് വായിച്ചാൽ ഐഫിലിട്ടാണ്. ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറാക് ഹാമിൽട്ടോണിയൻ. ഇപ്പോൾ ഈ എച്ച് ഡിയുടെ ഡിറാക് ഹാമിൽട്ടോണിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? അത് ഹെർമീഷ്യനാണ്, ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. ദ ഡിറാക് ഹാമിൽട്ടോണിയൻ എച്ച് ഡി ഈസ് ഹെർമീഷ്യൻ, ദാറ്റ് ഈസ് എച്ച് ഡി dash is equal to the Hermitian condition, where which guarantees that the eigenvalues are real as expected for observable quantities. ഇപ്പോൾ മൊമെൻറ്റം എനർജി പോലുള്ള ക്വാണ്ടിറ്റിക്ക് എച്ച് ഡി എടുത്താൽ അത് ഹെർമീഷ്യൻ ആണ്. എച്ച് ഡി ഈസ് ഹെർമീഷ്യൻ ഫങ്ഷൻ. Now, spin and relativistic effect. ഇവിടെ വരുന്ന സ്പിൻ റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് എന്താണ്? The alpha and beta matrices incorporating the Pauli matrices naturally introduce the spin of the particle into the equation. This was a major triumph of the Dirac equation, explaining spin as a relativistic phenomenon rather than an ad hoc condition. അപ്പോൾ ഇത് ഒരു റിലേറ്റിവിസ്റ്റിക് ഫിനോമിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്പിൻ ഒരു റിലേറ്റിവിസ്റ്റിക് ടേമായിട്ട് മാറും. അപ്പോൾ ഇവിടെ വരുന്ന മറ്റൊരു ഐഡിയ പോസിറ്റീവ് നെഗറ്റീവ് എനർജി സൊല്യൂഷൻസ്. എ കീ ഫീച്ചർ ഓഫ് ദി ഡിറാക് ഹെർമീഷ്യൻ ഈസ് ദാറ്റ് the spectrum eigenvalues, the eigenvalues, energy eigenvalues, the eigenvalues includes both, spectrum includes both the positive and negative energy solutions. For a free particle, the energy eigenvalues are E is plus or minus root of p square c square plus m square c raised to 4. And what is positive and negative energy? Positive energy solution correspond to ordinary particles, example electrons. Negative energy solutions initially problematic. അത് പ്രോബ്ലമാറ്റിക് ആയിരുന്നു. നെഗറ്റീവ് എനർജി എങ്ങനെ കാണിക്കുന്നത്? നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിറാക്സ് ഹോൾ തിയറി ഇൻ്റർപ്രറ്റഡ് ദം ആസ് എ സീ ഓഫ് ഫീൽഡ് നെഗറ്റീവ് എനർജി. ഇപ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ പഠിക്കുമ്പോൾ അവിടെ ഇലക്ട്രോണും ഹോളും പറയും. ഹോൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വേക്കൻസിയാണ്, നെഗറ്റീവ് ഇൻ ക്യാരക്ടർ. അതിനൊരു നെഗറ്റീവ് എനർജി അട്രിബ്യൂട്ട് ചെയ്യും. എ ഹോൾ ഇൻ ദി സി ക്രിയേറ്റഡ് ബൈ exciting a negative energy electron to a positive energy state would behave like a particle with positive charge and mass and antiparticle. Positive energy and charge, and it is called antiparticle. For example, the antiparticle of electron is positron. This was a revolutionary prediction confirmed by the discovery of positron. അപ്പോൾ പോസിട്രോൺ കണ്ടുപിടിച്ചതോടെ ഇവിടെ ഈ ഡിറാക്ക് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ബോധ്യമാകും. കണക്ഷൻ ടു പോളിസ് ഇക്വേഷനായിട്ട് ഇതിൻ്റെ ബന്ധം. ഇൻ ദി നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് ദി ഡിറാക്ക് ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് ഹാമിൽട്ടോണിയൻ reduces to the Pauli equation, which describes the dynamics of a spin half particle in an electromagnetic field stretching the correct gyromagnetic ratio. That is these two for electron. The gyromagnetic ratio is 2. Gyromagnetic ratio you have studied for the electron spin magnetic moment. Lorentz covariance മറ്റൊരു പ്രോപ്പർട്ടിയാണ്. Although written in a Schrodinger-like form, the Dirac equation is inherently Lorentz covariant. This can be made explicit by rewriting in its covariant form using the gamma matrix. അപ്പോൾ ഗാമ മെട്രിക്സ് ഉപയോഗിച്ച് ഇതൊരു കോവേരിയൻ്റ് ഫോം എഴുതാറുണ്ട്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഗാമ മ്യൂ. That we can write as gamma mu.
ഗാമ റേസ് ടു മ്യൂ ആയിട്ട് ഗാമ. ഇപ്പോൾ ഗാമ എന്ന് വെച്ചാൽ ഒരു മെട്രിക്സ് ആണ്. ഗാമ റേസ് ടു മ്യൂ ഈസിക്കൽ കമ്മ്യൂട്ടേറ്റർ, ഇന്നർ പ്രോഡക്റ്റ് ബീറ്റ ആൽഫ ബാർ, that is I equal to gamma mu d mu or delta mu another term minus mc psi is equal to 0. അങ്ങനെ ഇക്വേഷൻ മാറും. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇനി ഇവിടെ ഇത് വെച്ച് പ്രധാനപ്പെട്ട കൺസർവേഷൻ ലോസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും നന്നായിട്ട്. കൺസർവേഷൻ ലോസ് നമുക്കറിയാം, 4 കൺസർവേഷൻ ലോസാണ്. ഇവിടെ എല്ലാം പറയുന്നില്ല. മൊമെൻ്റ് കൺസർവേഷൻ, ആംഗുലർ മൊമെൻ്റ് കൺസർവേഷൻ, എനർജി കൺസർവേഷനൊക്കെ ഉണ്ട്. അതെല്ലാം പറയുന്നില്ല, 1-2 മൊമെൻ്റ് കൺസർവേഷൻ. ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ ദി മൊമെൻറ്റം ഓപ്പറേറ്റർ പി കമ്മ്യൂട്ട്സ് വിത്ത് HD ഡിറാക് ഹാമിൽട്ടോണിയൻ. സോ മൊമെൻറ്റം ഈസ് കൺസർവ്ഡ്. അടുത്ത നമ്പർ 2, ടോട്ടൽ ആംഗുലർ മൊമെൻ്റ് കൺസർവേഷൻ. Neither orbital angular momentum L nor spin angular momentum S commute with HD independently. ആ HD ആയിട്ട് ഇത് കമ്മ്യൂട്ട് ചെയ്യത്തില്ല. നമുക്കറിയാം കമ്മ്യൂട്ടിങ് ആൻഡ് നോൺ കമ്മ്യൂട്ടിങ് ഓപ്പറേറ്റീവ്സ് നമ്മൾ പഠിക്കുന്നതാണ്, BC ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. However, the total angular momentum J is L plus S ഡസ് കമ്മ്യൂട്ട് വിത്ത് SD. അപ്പോൾ എല്ലും എസും സെപ്പറേറ്റ് ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യില്ല എങ്കിലും ഈ J ടോട്ടൽ ആംഗുലർ മൊമെൻ്റം കമ്മ്യൂട്ട് ചെയ്യും. കമ്മ്യൂട്ട് വിത്ത് SD മീനിങ് ടോട്ടൽ ആംഗുലർ മൊമെൻ്റം ഈസ് കൺസർവ്ഡ്. ദീസ് നാച്ചുറൽ അക്കൗണ്ട്സ് ഫോർ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. അപ്പോൾ ഇത് സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഹെലിസിറ്റി ഹെലിസിറ്റി എന്ന് പറഞ്ഞാൽ, ഹെലിക്കൽ എന്ന് പറഞ്ഞാൽ ചരിഞ്ഞു പോവുക, വളവ്, സ്പ്രിങ്, സ്പൈറൽ സ്പ്രിങ്ങില്ലേ, സ്പൈറൽ സ്പ്രിങ്ങിനെ നമ്മൾ ഹെലിക്കൽ സ്പ്രിങ് എന്നും വിളിക്കാം. ഹെലിസിറ്റി, അപ്പോൾ ഹെലിസിറ്റി വെച്ചാൽ വളവ് അല്ലെങ്കിൽ ചരിവ്, പിന്നെ റൊട്ടേഷൻ, സർക്കുലർ മോഷൻ എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഹെലിസിറ്റി ഫോർ എ ഫ്രീ മാസ്ലെസ് പാർട്ടിക്കിൾ, ഹെലിസിറ്റി പ്രൊജക്ഷൻ ഓഫ് സ്പിൻ അലോങ് ദി ഡയറക്ഷൻ ഓഫ് മൊമെൻറ്റം ഈസ് ഓൾസോ കൺസർവ്ഡ്. ഇൻ ആപ്ലിക്കേഷൻ സിഗ്നിഫിക്കൻസ്, ഇതിൻ്റെ ഉപയോഗം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ അർത്ഥം. ദ ഹാമിൽട്ടോണിയൻ ഫോം ഓഫ് ഡിറാക് ഇക്വേഷൻ ഈസ് ഫണ്ടമെൻ്റൽ ഇൻ പാർട്ടിക്കിൾ ഫിസിക്സ്. പാർട്ടിക്കിൾ ഫിസിക്സിൽ ഇത് പ്രധാനപ്പെട്ടതാണ്. ഡിസ്ക്രൈബിങ് ലെപ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസും മ്യൂൺസും ടോപ്പ് പാർട്ടിക്കിളും അതുപോലെ തന്നെ ദ ന്യൂട്രിനോൺസ് ആൻഡ് ക്വാർക്സ്, അവയിലെ ലെപ്റ്റോൺസിൻ്റെ എക്സാമ്പിളാണ്. ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് ഫീൽഡ്. ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സിനകത്ത് ഈ ഡിറാക് ഫോം ഓഫ് ഡിറാക് ഫോം ഓഫ് ഇക്വേഷൻ ഫോർ ഹാമിൽട്ടോണിയൻ. ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് ഇത് ദി ഫൗണ്ടേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ലൈറ്റ് ആൻഡ് മാറ്റർ. അതിനകത്ത് ഈ ഡിറാക് ഫോം ഓഫ് ഹാമിൽട്ടോണിയൻ ഉപയോഗിക്കാറുണ്ട്. ഇനി കണ്ടൻസേഷൻ മാറ്റർ ഫിസിക്സ് used to describe relativistic effects in materials such as graphene and topological insulators. ഗ്രഫീനിലും ഹാർഡസ്റ്റ് മെറ്റീരിയൽ, ഗ്രഫീനിലും ടോപ്പോളജിക്കൽ ഇൻസുലേറ്റേഴ്സിലും ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. വേറെ ലോ എനർജി എക്സൈറ്റേഷൻസ് ബിഹേവ് ലൈക്ക് ഡിറാക് ഫെർമിയോൺസ്. ഡിറാക് ഫെർമിയോൺസ് പോലെ ഈ ലോ എനർജി എക്സൈറ്റേഷൻ പ്രവർത്തിക്കും. അപ്പോൾ ഇതാണ് ഹാമിൽട്ടോണിയൻ ഫോം ഓഫ് ഡിറാക് ഇക്വേഷൻ. അതിനെക്കുറിച്ചുള്ള നോട്ടാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഒരു എസ്സേ ആയിട്ട് ചോദിക്കുന്നതാണ്. So you look here. അപ്പോൾ ഡിറാക് ഹാമിൽട്ടൺ HD ആണെന്ന് ഓർക്കുക. ആ HDയുടെ ഇക്വേഷനാണ് ഈ കാണുന്നത്. അതിൻ്റെ എക്സ്പാൻഡ് ഫോമാണ് അതിൻ്റെ തൊട്ട് മുകളിൽ. ഇവിടെ YH കട്ട്
ഡോസ് സൈ ബൈ ഡോറ്റ് ഈസ് എച്ച് ടി സൈ. അതാണ് ഡിറാക് ഫോം ഓഫ് ഹാമിൽട്ടോണിയൻ ഒരു ഹാമിൽട്ടോണിയൻ ഫോം ഓഫ് ഡിറാക് ഇക്വേഷൻ. ഹാമിൽട്ടോണിയൻ ഫോം ഡിറാക് ഇക്വേഷനാണ്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ മോഡിഫൈഡ് ഫോമാണ് Dirac equation, and this is the Hamiltonian form of Dirac equation. The question is, explain the Hamiltonian form of Dirac equation and give its significance, its applications. അങ്ങനെ ഒക്കെ ചോദിക്കാവുന്നതാണ്. That is all with this class. Thank you very much.